ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മോട്ടോനെറ്റ്. നമ്മുടെ കയ്യിലുള്ളത് ഓലയുടെ ജിൻ 3 പെട്ട S1 Pro എന്ന് പറഞ്ഞ മോഡലാണ്. ഗ്ലോസി അല്ലെങ്കിൽ ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളർ വേരിയൻ്റാണത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും കൂടാതെ തന്നെ ഈ വണ്ടി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. വണ്ടിയുടെ ഓവറോൾ ലുക്കിൽ കാര്യപ്പെട്ട മാറ്റമൊന്നും വന്നിട്ടില്ല. ഡിസൈൻ ഏറെക്കുറെ എല്ലാം സെയിമാണ്. കുറച്ച് ടെക്നോളജി അതുപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളിലാണ് വണ്ടിയിൽ മാറിയിട്ടുള്ളത്. ഓവറോൾ ഒരു ഡിസൈൻ്റെ സൈഡിൽ നമുക്ക് മാറ്റങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് മാറ്റങ്ങളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് നോക്കാം. നമുക്ക് ഫസ്റ്റ് വരുന്ന ഈ ഒരു LED കാര്യങ്ങൾ അതെല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത്. ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഹൈ ബീം ലോ ബീം DRL കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വരുന്നുണ്ട്. അതിൻ്റെ സെറ്റിങ്സ് ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് താഴെ ഡിസ്ക് ബ്രേക്ക് വരുന്നു, കാലിപ്പർ കാണാനായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു റിഫ്ലക്റ്റോടുകൂടി വണ്ടിക്ക് വന്നിട്ടുണ്ട്. 90-12 വണ്ടിയുടെ ടയർ സൈസ് വരുന്നത്. റിമോറോ ടയറാണ്, യൂറോ ഗ്രൂപ്പിൻ്റെ ടയറാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ഈ ഒരു ഷോക്ക് അബ്സറിൻ്റെ സൈഡിൽ നിന്നും ചെറിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നി. വണ്ടി ഓടിക്കുന്ന സമയത്ത് ജെൻ ട്യൂണിക്കായി ഒന്നുകൂടി നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സസ്പെൻഷൻ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സസ്പെൻഷനിൽ ഒരു അപ്ഡേറ്റ് എന്തായാലും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട് സസ്പെൻഷൻ. വണ്ടിയുടെ സൈഡ് ലുക്കെല്ലാം ഏറെക്കുറെ സെയിമാണ്. ഇവിടെ സ്റ്റാൻഡ് വരുന്നു, ഫുഡ് റെസ്റ്റ്. ഇവിടെ നിന്നും മാറ്റം വന്നിട്ടുള്ളത് നമുക്കത് മെയിനായിട്ട് ഇവിടെയാണ്. വണ്ടിയുടെ ബെൽറ്റിന് പകരം ചെയിനാണ് വന്നിട്ട് ഉള്ളത്. അപ്പോൾ അതിനൊരു ചെയിൻ കവർ അല്ലെങ്കിൽ ചെയിൻ ഗാർഡ് കൂടി കാണാനായിട്ട് പറ്റും. വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് പുള്ളികളോട് വണ്ടി എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കവറാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. കാരണം വണ്ടിയിൽ വന്നിട്ടുള്ള ഈ ഒരു ചെയിൻ ഡ്രൈവും കൂടാതെ പുതിയ മോട്ടോറിൻ്റെ സെറ്റപ്പ് കൂടിയിട്ടാണ്. പിന്നെ വണ്ടിയുടെ ബൂട്ട് സ്പേസിൻ്റെയും സീറ്റിൻ്റെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിനും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൽ ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ചെറുതല്ല, സീറ്റ് ഇപ്പോൾ ഡുവൽ ടോൺ ആക്കിയിട്ടുണ്ട് S1 Proക്ക്. ബാക്കിയുള്ള വേരിയന് ഒരു സ്ട്രിച്ച് നടക്കുന്നുണ്ടെങ്കിലും സിംഗിൾ ടോൺ ആയിരിക്കും. പ്രോ ആവുന്ന സമയത്ത് നമുക്ക് ഡുവൽ ടോണിൽ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ സീറ്റിൻ്റെ കളർ വരുന്നുണ്ട്. കൂടാതെ തന്നെ കുഷൻ ഒന്നുകൂടി വണ്ടിക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടി കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റ് തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. നമുക്കിനി ഡിക്കിയുടെ കാര്യം നോക്കാം. ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇഷ്ടംപോലെ സ്പേസ് പഴയ പോലെ തന്നെ 34 ലിറ്ററാണ്. എന്നാലും 2 ഹാഫ് സൈസ് ഹെൽമെറ്റ് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. 2 ഹാഫ് സൈസ് ഹെൽമെറ്റ് വിത്ത് ഇതിൻ്റെ ചാർജർ, ടൂൾ കിറ്റ് കാര്യങ്ങൾ എല്ലാം വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ബൂട്ട് സ്പേസും എന്തായാലും നമ്മൾ ഫാമിലി സ്കൂട്ടറൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെയാണ് ഉള്ളത്. കാരണം 34 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമ്മളോട് ചെയിനിൻ്റെ കാര്യം പറഞ്ഞു. ചെയിനിൻ്റെ കാര്യത്തിൻ്റെ കാര്യം പറയാനുള്ളത് നമുക്ക് പീരിയോഡിക്കൽ സർവീസ് വരുന്നുണ്ട്, മെയിൻ്റെനൻസ് ഉണ്ട്. അത് 5000 കിലോമീറ്റർ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പീരിയോഡിക്കൽ സർവീസ് ചെയ്യേണ്ടത്. അതിൽ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. സർവീസ് എല്ലാം ഇപ്പോൾ ജനറേക്ക് സ്റ്റാർട്ടായി വരുന്നുള്ളൂ. കാരണം 5000 കിലോമീറ്ററെങ്കിലും ആവണം ചെയ്യാനായിട്ട്. എന്തായാലും ഈ ചെയിൻ ന്യൂസും കാര്യങ്ങളെല്ലാം കുറച്ച് ഓടുന്ന സമയത്ത് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പീരിയോഡിക്കൽ സർവീസ് ചെയ്ത് വണ്ടി കീപ്പ് ചെയ്യുക. ഈ ഒരു ബാക്ക് സെക്ഷൻ അല്ലെങ്കിൽ ടയർ സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻസും കാര്യങ്ങളെല്ലാം സെയിമാണ്. ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കാണാനായിട്ടുണ്ട് അവിടെ. പിന്നെ വണ്ടിയുടെ വേറൊരു കാര്യം ഈ ഒരു പറഞ്ഞ ഗ്രാബ് റെയിലാണ്. ഗ്രാബ് റെയിൽ തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് വണ്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ഗ്രാബ് റെയിൽ സിമ്പിളായിട്ടുള്ള ഒരു ഇതുപോലത്തെ എന്തായാലും ഫങ്ഷണലായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗ്രാബ് റെയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രോയിൽ മാത്രം കേട്ടോ ഈ ഒരു ഗ്രാബ് റെയിൽ വരുന്നത്. ഫങ്ഷണലായിട്ടുള്ള അത്യാവശ്യം വീതിയൊക്കെ ഉള്ള ഇത് എനിക്ക് തോന്നുന്നു കാസ്റ്റ് അയൺ എന്നുള്ളൊരു മെറ്റലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ അധികാരം ശ്രദ്ധിക്കായ ഒരു കാര്യമായിരുന്നു ഈ വന്നിട്ടുള്ള മഡ് ഫ്ലാപ്പിലുള്ള മാറ്റം. നമുക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്ന വണ്ടികൾക്കെല്ലാം ഈ ഒരു മഡ് ഫ്ലാപ്പിന് ഇത്രയും ഒരു വീതി ഉണ്ടായിരുന്നില്ല. മീൻസ് ഒന്നുകൂടി നാരോവായിട്ടുള്ള ഒരു മഡ് ഫ്ലാപ്പായിരുന്നു, അല്ലെങ്കിൽ ടെയിൽ ഗാർഡായിരുന്നു ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊന്നുകൂടി വീതി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലോപ്പ് പോലെ ഒരു ഡിസൈനും കാണാനായിട്ടുണ്ട്. അതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത്
സൈഡിൽ നിന്ന് ചെറുതായിട്ട് ബാക്കിലേക്ക് ബാക്കിൽ നിന്ന് ചളി തെറിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിനൊരു പരിധിവരെ പരിഹാരം കിട്ടും. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യമില്ല, ഇവിടെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ തന്നെ അതിൻ്റെ കാലിബറുണ്ട്, മോണോ ഷോക്ക് അബ്സർ കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ടയറിലെ പോലെ തന്നെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും സെയിം സൈസുള്ള ട്യൂബ്ലെസ് ടയറും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്താണ് വണ്ടിയുടെ മോട്ടോർ കാണാനായിട്ട് പറ്റുന്നത്. മുൻപുണ്ടായിരുന്ന മോട്ടറിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട്. മുൻപ് മോട്ടോറും എം സിയും രണ്ട് സെപ്പറേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് മോട്ടോറാണ് വരുന്നത്. മോട്ടോറും എം സിയും ഒരുമിച്ചാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ വണ്ടിയുടെ ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ ഫ്രണ്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റീസ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. പാസ്പോർട്ട് അടിച്ച് നമ്മൾ വണ്ടി ഓൺ ചെയ്തതിന് ശേഷം അത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. വണ്ടി ഈ ഒരു 2 ബട്ടൺ, പവർ ബട്ടണും റിവേഴ്സിൻ്റെ ബട്ടണും നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 2, 3, 4 സെക്കൻഡ് പിടിക്കുമ്പോഴത്തേക്കും ഡിസ്പ്ലേ അത് ഓഫാവും. നമ്മൾ അതിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ഓരോന്ന് എഴുതി കാണിക്കും വണ്ടിക്കകത്ത്. ഓരോന്ന് എഴുതി കാണിച്ചതിന് ശേഷം മാത്രം നമ്മൾ കൈയെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊബൈൽ ഫോണൊക്കെ പോലെ തന്നെ ഒരു ഇലക്ട്രിക് ഡിവൈസാണ്. സോ അത് ഒരുപാട് ഓടുന്ന സമയത്തിന് VCU, വെഹിക്കിൾ കൺട്രോളുണ്ട്, അതുപോലെയുള്ള പാർട്സുകൾ അല്ലെങ്കിൽ ബോർഡുകളെല്ലാം ഉണ്ട്. മേ ബി അത് ഹാങ്ങായി പോയേക്കാം. അപ്പോൾ നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് വഴി വണ്ടി ഒന്നുകൂടി റിഫ്രഷ് ആയിട്ട് വരും. ഇതിന് ഏകദേശം ഒരു 3/4 മിനിറ്റ് 1 മിനിറ്റ് എടുത്ത് ടൈം എടുക്കും. അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക. ഇത് നമ്മളൊരു വീക്ക്ലി ഒരു 2-3 പ്രാവശ്യം ചെയ്യുന്നത് വണ്ടിക്ക് വളരെ ബെറ്ററാണ്. അത് ചെയ്യാത്ത ആൾക്കാർക്കായിരിക്കും മിക്കവാർക്കും നമുക്ക് ഈ ഒരു ടച്ചിന് ഇഷ്യൂ, അതുപോലെ തന്നെ ബഗ് കാര്യങ്ങൾ, അതുപോലെയെല്ലാം ഹാങ്ങായി പോകുന്ന പോലെല്ലാം വരിക. അതിലിപ്പോൾ വണ്ടി റീസ്റ്റാർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടി ഇത് ഓണായിട്ട് വന്നു. ഇടയിലിപ്പോൾ നമുക്ക് ഒന്നുകൂടി ടച്ചും കാര്യങ്ങളെല്ലാം സ്മൂത്തായിരിക്കും. നമ്മൾ വണ്ടി എടുത്ത ഉടനെ തന്നെ ഈ ടച്ചിലൊന്ന് കളിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടി റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴാണ് വണ്ടി ഒന്നുകൂടി റിഫ്രഷ് ആയിട്ട് വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ടച്ചിൻ്റെ സെറ്റപ്പ് എങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന അത്ര ആക്യുറേറ്റ് ആയിക്കോളുന്നില്ല ഇതിൻ്റെ ഒരു ടച്ച്. അപ്പോൾ നമ്മൾ അതുമായിട്ടൊന്ന് യൂസർ ഫ്രണ്ട്ലി ആവുക. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ഡാർക്ക് തീമാണ് കിടക്കുന്നത്. മെയിനായിട്ട് മൈലേജും കാര്യങ്ങളും കൂടുതൽ കിട്ടാനായിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്കവിടെ വന്നു കഴിഞ്ഞാൽ ലേറ്റ് ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇതിൽ റൈഡിങ് എടുക്കുക. റൈഡിങ്ങിനകത്ത് നമ്മളിവിടെ ബ്രേക്ക് ബൈ വയർ എന്നിട്ട് ഹൈയിലാണ് കിടക്കുന്നത്. അത് ഹൈറ്റിൻ്റെ കിടക്കണം, എന്നാലും നമുക്ക് പറഞ്ഞ മൈലേജ് ഏകദേശം കിട്ടത്തുള്ളൂ. ഇപ്പോൾ 93% ആണ് ഇതിനകത്ത് ചാർജ് കാണിക്കുന്നത്. അതിനകത്ത് 100 കിലോമീറ്ററാണ് നോർമൽ മോഡിലെ റേഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ, അപ്രോക്സിമേറ്റ്. അത് നമ്മൾ ലോയിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടോ കുറയും. കാരണം ബ്രേക്ക് ബൈ വയറിൽ കൂടുന്നതനുസരിച്ചാണ് BBW കൂടുന്നതനുസരിച്ചാണ് നമുക്ക് ബ്രേക്ക് ബൈ വയർ വഴിയുള്ള റീജിയൻ ത്രൂ കുറച്ചുകൂടി ചാർജ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഹൈ ആക്കിയിടുക. പിന്നെ ഇവിടെ റീജിയൻ്റെ ഓപ്ഷനുണ്ട്. ഇവിടെ പ്രൊഫൈൽ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. റീജിയൻ്റെ ഓപ്ഷനുണ്ട്. റീജിയൻ മീൻസ് നമ്മൾ ത്രോട്ടിൽ പിടിച്ചു കഴിയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് കൊടുക്കുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സെറ്റപ്പാണ്. അതുവഴി നമുക്ക് വണ്ടിയിൽ ചാർജ് കയറും. അത് ഡിഫോൾട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈയിലോ ഇടുക. അത് നിങ്ങൾ ഇടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ നമ്മൾ ത്രോട്ടിൽ വിടുമ്പോൾ തന്നെ ചെറുതായിട്ട് വണ്ടി ബ്രേക്ക് ചെയ്യും. ഞാൻ ഡിഫോൾട്ടിട്ടാണ് വണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ അത് നിങ്ങൾ ആ സെറ്റിങ്സ് മാറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായി തോന്നുന്നത് അതിലേക്ക് വയ്ക്കുക. അപ്പോൾ ഡിഫോൾട്ടിൽ നോട്ട്. പിന്നെ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈസി പാർക്കിൻ്റെ ഓപ്ഷനുകളുണ്ട്. ഇതൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളതാണ് ഈസി പാർക്ക്. അതൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു ഇത് ഹിൽ ഹോൾഡേഴ്സാണ് വന്നിട്ടുള്ളത്. വെരി ഈസി പാർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈസി പാർക്ക് ഓണായി. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബാക്ക് പോകണം. ഇതിലേക്ക് വന്നു. നമ്മൾ പാർക്ക് മോഡ് എടുത്തു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ത്രോട്ടിലെടുത്തു.
വണ്ടി കുറച്ച് മൂവ് ചെയ്തു. ഇത് പാർക്കിംഗ് ആണ്. നമുക്ക് അതിന് ഒന്നുകൂടി ഫ്രണ്ടിലായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഈസി പാർക്ക് വന്നിട്ടുള്ളത്. റിവേഴ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി പാർക്ക് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. മുൻപ് ജെൻ 2 റിവേഴ്സ് എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈസി പാർക്ക് എന്നാണ് കാണിക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് റിവേഴ്സ് മോഷനിലാണ് വണ്ടി കിടക്കുന്നത്. ഞാൻ ത്രൂട്ടിലെ ഓപ്പോസിറ്റ് എടുത്തു, വണ്ടി പുറകോട്ട് വന്നു, ഞാനിവിടെ വണ്ടി അവിടെ ചെയ്തു. അപ്പോൾ നമുക്കിത് ഒരു തിന്നായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്യാപ്പ് കുറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടും ബാക്കും തള്ളിയെടുക്കേണ്ടി വരും. നമ്മളിങ്ങനെ തള്ളേണ്ടി വരും ഫ്രണ്ടിലേക്ക്. അതിന് പകരം നമ്മൾ ഫ്രണ്ടിലേക്ക് ആക്സിലേറ്റർ ഈസി പാർക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു സ്പീഡിൽ ഒരു മാക്സിമം ഒരു 3 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഫ്രണ്ടിലേക്കും ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. അതാണ് ഈസി പാർക്കിൻ്റെ ഓപ്ഷൻ വരുന്നത്. പുറകിലേക്ക് കൊടുത്താൽ നമുക്ക് ബാക്കിലേക്കും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒന്നിനി ഇങ്ങോട്ട് തള്ളിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലേക്കും ചെറിയൊരു സ്പീഡിൽ മൂവ് ആവും. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നല്ലൊരു അപ്ഡേഷനായിട്ട് എനിക്ക് തോന്നി. ഇത് പല സ്ഥലങ്ങളിൽ നമ്മൾ റിവേഴ്സ് ഇട്ടിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് തള്ളിയെടുക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ഇതുകൂടെ ആയ സമയത്ത് അതങ്ങോട്ട് കംപ്ലീറ്റ് ആയി. നല്ലൊരു അപ്ഡേഷനാണ്, പറയാതിരിക്കാനായിട്ട് വയ്യ. പിന്നെ വണ്ടിയിൽ ബാക്കി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റിങ്സ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. വണ്ടി നമുക്ക് ഡെലിവറി ചെയ്ത് ഉള്ള ഒരാളാണെന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഓൾറെഡി ബ്രേക്ക് ബൈ വയറിൻ്റെയും റീജൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. ഈ സെറ്റിങ്സ് എടുക്കുമോ, സെറ്റിങ്സിനകത്ത് നമുക്കിവിടെ ഈ ഒരു ഡിസ്പ്ലേ ഓട്ടോ ലൈറ്റ് തീം അല്ലെങ്കിൽ നമ്മൾ തീം വേണ്ടതനുസരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ആകുമ്പോൾ ബ്ലാക്ക് ആയി പോകും, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം അത് ലൈറ്റ് ആയിരിക്കും ഡിസ്പ്ലേ വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചോടാം. ഓക്കെ, ബ്ലൂടൂത്ത് നമ്മൾ ബ്ലൂടൂത്ത് പെയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ബ്ലൂടൂത്ത് ഇങ്ങനെ പെയർ ചെയ്യുന്നത് ഇതിൽ സ്പീക്കേഴ്സും കാര്യങ്ങളും താഴെ വരുന്നുണ്ട്. അതുവഴി പാർട്ടി മൂഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. വൈഫൈയുടെ ഓപ്ഷൻ വരുന്നുണ്ട്. വൈഫൈ ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്തിടുക. ഇൻ കേസ് നിങ്ങൾ എങ്ങാനും ഫോണൊക്കെ കണക്ട് ചെയ്തിട്ട് വൈഫൈ ഇതിലേക്ക് കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. കണ്ടു, ഇപ്പോൾ ഇത്രയും ഇവിടെ നമ്മൾ ഓൺ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് കാണിക്കുന്നുണ്ട്. സോ അത് നമ്മൾ ഓഫ് ചെയ്തിടുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനിക്കാത്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാകും. കാരണം അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു 80% ചാർജ് വേണം, നല്ല വൈഫൈ ഒക്കെ വേണം. അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ വൈഫൈൻ്റെ ഓപ്ഷൻ എന്തായാലും നിങ്ങൾ ഓഫ് ചെയ്തിടുക. സൗണ്ടിനകത്ത് നമുക്ക് മീഡിയ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് സ്പീക്കർ ത്രൂ വരുന്നത്. താഴെ സിസ്റ്റം സൗണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ റിവേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാലോ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം അത് ക്ലിയറായി കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. അതാണ് സിസ്റ്റം സൗണ്ട് വരുന്നത്. പിന്നെ കൺസേർട്ട് മോഡാണ്, ഹോസ്റ്റ് മോഡൊക്കെ. നമുക്ക് ഒരുപാട് വണ്ടിയിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാർട്ടി മോഡ് ആക്റ്റീവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലത്തെ ഒരു ഓപ്ഷനാണ് അതിൽ വരുന്നത്. പിന്നെ ലൈറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് സേഫ്റ്റി ലൈറ്റാണ്. നമ്മൾ ഈ 4 ലൈറ്റും പാർക്കിംഗ് ലൈറ്റ് ഒരുമിച്ച് കത്തി കിടക്കും. അത് നിങ്ങൾക്കൊരു ഇപ്പോൾ എമർജൻസി ഒരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻസ് നമ്മൾ റോഡിലാണ്, ഒരു ഫോണൊക്കെ വന്ന് റോഡ് സൈഡാക്കി നമ്മൾ വണ്ടി സൈഡാക്കി റോഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. നമുക്ക് ഇത് സെറ്റിങ്സ് എടുത്തിട്ട് ഇത് ഓണാക്കി വെക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർക്ക് ലൈറ്റ് ആക്റ്റീവ് ആവും. ആ ഒരു കാര്യം മനസ്സിലാക്കും. പിന്നെ സേഫ്റ്റി ലൈറ്റ് താഴെയായിട്ട് ഹലോ ലാമ്പ് കാണാനായിട്ട് പറ്റും. ഹലോ ലാമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് വണ്ടിയുടെ ലൈറ്റ് കത്തിക്കിടക്കും. മീൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി ഗേറ്റൊക്കെ തുറന്ന് വണ്ടി പോർച്ചിലേക്ക് വെക്കുന്ന ആ ഒരു ടൈം വരെ നമുക്ക് വെട്ടം കിട്ടാനായിട്ടുള്ളൊരു സെറ്റപ്പാണത്. 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഓഫ് ആയിക്കോളും. അത് നമ്മൾ വേണമെങ്കിൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം, ഇഷ്ടമനുസരിച്ച്. ഹലോ ലാമ്പ് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതെന്തായാലും നിങ്ങൾ ഒരു S1 Pro ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണാക്കി വെക്കണം. കാരണം ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഒരു സിമ്പിൾ വന്നത്. ഇത് നമ്മുടെ DRനുണ്ടല്ലോ, ഫ്രണ്ടിൽ വരുന്ന റൗണ്ട് ലൈറ്റ്, അതിൻ്റെ ഇതാണ്. ഇത് നമ്മളെപ്പോഴും ഓൺ ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു വണ്ടി നമ്മൾ റോഡിലൊക്കെ ഓടുന്ന സമയത്ത് ഡിം ബ്രൈറ്റിൽ മാത്രമായിരിക്കും ഓടുക പകൽ സമയത്തൊക്കെ. അപ്പോൾ ഇത് ഇത്രയും നല്ലൊരു ലുക്കുള്ള ഒരു റോഡ് പ്രസൻസ് ഉള്ള വണ്ടി ജസ്റ്റ് ഒരു ലൈറ്റിൽ മാത്രം വരുന്നതിനൊക്കെ ഒരു ഭംഗി DRലോട് കൂടി വണ്ടി വരുന്നതായിരിക്കും. അതിൻ്റെ റോഡ് പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരമാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടി എന്തായാലും നിങ്ങൾ ഈ ഒരു ഹലോ ലാമ്പ് ഓൺ ചെയ്ത് വെക്കുക. അതായത് DRൽ ഓൺ ചെയ്ത് വെക്കുക. ഫ്രണ്ടിൽ DRൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ഓട്ടോ ടേൺ ഓഫ് ഇൻഡിക്കേറ്ററാണ്. ഇത് നിങ്ങളൊരു ഓൺ അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ചെയ്തിടുക. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫാവും.
ഒരു കാര്യം ശ്രദ്ധിക്കുക, വണ്ടിക്ക് തോന്നണം നമ്മൾ ഈ വളവ് ഒരു ടേൺ എടുത്തെന്നുള്ളത്, കാരണം അത് സെൻസറാണ്. റൈഡിങ്ങിന് കയറി നമ്മൾ നേരത്തെ പറഞ്ഞു ആ കാര്യം നോക്കുക. ബാറ്ററി വെക്കേഷൻ മോഡാണ്. നമ്മൾ ലോങ് ടൈമിലൊക്കെ നമ്മൾ വണ്ടി ഉപയോഗിക്കാതെ പോകാന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്തിടുക. കാരണം ബാറ്ററി ഒരു കാരണവശാലും 0 വരെ ആയി പോകരുത്. ബാറ്ററി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ബാറ്ററിയുടെ വാറണ്ടിനൊക്കെ ബാധിക്കും വിഷയമാണ്. അതുകൊണ്ട് അത് നോക്കുക. ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ BMSൻ്റെ കപ്ലർ റിമൂവ് ചെയ്യാനായിട്ടും പറ്റും. അതും നമുക്ക് പിന്നെ പറയാം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലാണ് നിങ്ങൾ ഫാൾ ഡിറ്റക്ഷൻ. നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വണ്ടി താഴെ ടാമ്പറിങ് വന്നു കഴിഞ്ഞാൽ ഫോണിലേക്ക് അലേർട്ട് വരുന്നതാണ് ഈ ഒരു ഫാൾ ഡിറ്റക്ഷൻ. അത് ബീറ്റ വേർഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ചേഞ്ച് പാസ്കോഡ് ഉണ്ട്. നമ്മളെ പാസ്കോഡ് എന്താണോ അത് നമുക്ക് മാറ്റാം. ഡോക്യുമെൻറ്റ്സ് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ലൈസൻസ്, RC കാര്യങ്ങളൊക്കെ. ബേസിക്കലി ഇതിനകത്തൊരു RC ബുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരും. ഇതിപ്പോൾ വന്നിട്ടില്ല. നമുക്ക് RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതിൽ തന്നെ സൂം ചെയ്ത് കാണാനായിട്ട് പറ്റും. അത് അപ്ഡേറ്റ് ആയിട്ട് വരും. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ് നമുക്ക് ആപ്പ് വഴി ചെയ്യാനായിട്ടും പറ്റും. പിന്നെ ആക്സസ് കൺട്രോളാണ്. ഈ സ്പോർട്ട് മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഓണാക്കാനായിട്ട് ഓഫാക്കാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. ഹൈപ്പർ മോഡിൽ നമുക്ക് വേണ്ട ഒരു സെറ്റിങ്സിൽ വയ്ക്കാം. അപ്പോൾ നോർമലി മാത്രമേ പോകത്തുള്ളൂ. പിന്നെ ഇവിടെ ജിയോ ഫെൻസ്, അതായത് നമ്മുടെ വണ്ടി ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലത്തെ ഓപ്ഷൻസൊക്കെയാണ് ഈ ഒരു ജിയോ ഫെൻസും ടൈം ഫേസിലൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ സിസ്റ്റം അപ്ഡേറ്റ് ആണ്. ഇത് ഓട്ടോ ഡൗൺലോഡ് ഓണാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ ഓഫ് ചെയ്തിടണം. കാരണം നമ്മൾ നേരത്തെ വൈഫൈൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങാനും വണ്ടിയിൽ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. അങ്ങനെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് അവിടെ തന്നെ നിർത്തേണ്ടി വരും. വണ്ടി പിന്നെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റില്ല. അത് തീരുമാനം ആവുന്നത് വരെ. അത് ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ടുള്ള ക്രൈറ്റീരിയ വേണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. സോ ഇതെന്തായാലും നിങ്ങളുടെ വണ്ടിയിൽ ഓണാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടുക. ഓട്ടോ ഡൗൺലോഡ് അപ്ഡേറ്റ്. ഇവിടെ MoveOS 5 എന്നുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MoveOS 5ൻ്റെ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റുമേ. ഒരു മേജർ അപ്ഡേറ്റും കാര്യങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഇത് പിന്നെ എബോട്ടാണ്. വണ്ടി എന്നാണ് പർച്ചേസ് ചെയ്ത് വണ്ടി എത്ര കിലോമീറ്റർ ഓടി, ലേൺ അബൌട്ട് MoveOS എൻ്റെ ഒരു ഓപ്ഷൻ അതിലും വന്നിട്ടുണ്ട്. പിന്നെ വണ്ടി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വണ്ടി ആദ്യമേ പറഞ്ഞു, വണ്ടി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ 2 ബട്ടൻ്റെ കാര്യം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ സോഫ്റ്റ്വെയർ വേർഷൻ, ബ്ലൂടൂത്ത് അഡ്രസ്സ്, വൈഫൈ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് എബോട്ടിനകത്ത്. പിന്നെ ഗെറ്റ് ഹെൽപ്പ് ഓപ്ഷനുണ്ട്. ഇതാണ് നമുക്ക് വണ്ടിയിൽ വരുന്ന സെറ്റിങ്സിൻ്റെ കാര്യങ്ങൾ. ഇത് നമുക്ക് വൈഫൈ, ബ്ലൂടൂത്ത്, മോഡ് സൗണ്ട്. നമുക്ക് വണ്ടി കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രിക് വണ്ടിക്ക് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സ്പീക്കർ ത്രൂ നിങ്ങൾക്ക് 4-5 മോഡിലുള്ള സൗണ്ട് വെക്കാനായിട്ട് പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് നമുക്ക് ചെയ്യാം. 5ഓളം തീം അല്ലെങ്കിൽ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ അടുത്ത ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മീഡിയ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ് നമുക്ക് പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാലോ പാർട്ടിയും കൂടെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു സ്ക്രീനിൽ കാണിക്കും. ഇപ്പോൾ നമ്മൾ കറണ്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ വെഹിക്കിൾ സ്റ്റാറ്റസും ടുഡേ റൈഡിങ് സ്റ്റാറ്റസും കാണിക്കും. നമ്മളിന്ന് എത്ര കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നത്, എക്കോയിൽ എത്ര പോയി, നോർമൽ എത്ര പോയി എന്നുള്ള കാര്യങ്ങൾ, ആവറേജ് സ്പീഡ്, ടോപ്പ് സ്പീഡ് എല്ലാം നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. നിലവിൽ ഇന്ന് വണ്ടി ഓടിയിട്ടില്ല, മീൻസ് ഇത് ഫ്രഷ് വണ്ടിയാണ്. വെഹിക്കിൾ സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ എത്രയാണ് നമുക്കിനി മൈലേജ് കിട്ടുക എന്നുള്ളതാണ്. അപ്രോക്സിമേറ്റ് ഇക്കോ മോഡിൽ 126 കിലോമീറ്ററാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നോർമലി 100, സ്പോട്ടിൽ 68 അതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ കാര്യങ്ങൾ, ബാറ്ററിയുടെ മോട്ടറിൻ്റെ ടെമ്പറേച്ചർ എല്ലാം കാണിക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കതിൽ വരുന്ന നിങ്ങൾ ഡിസ്പ്ലേയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് തീമൊക്കെ മാറ്റുന്നെങ്കിൽ ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഓരോന്നിനും സൗണ്ട് ഉണ്ട്. സ്പീക്കർ വഴി സൗണ്ട് കേൾക്കാം. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഇതുപോലത്തെ ഒരു തീമിലെ സൗണ്ട് ആയിരിക്കും വരിക. ഇങ്ങനെ ബോൾട്ട്, കെയർ, ഇങ്ങനെ കുറച്ച് തീമുകളുണ്ട്. എനിക്ക് ഇതിൽ കുറച്ചൊരു ഇഷ്ടപ്പെട്ടൊരു തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയറാണ്. നമുക്ക് സമാധാനപരമായിട്ട് പൂവും കായൊക്കെ ആയിട്ട് ഒരു ചെടി വളർന്നു വരും. അത് നമ്മൾ വണ്ടി ഓടിക്കുന്നതനുസരിച്ചിട്ട് അങ്ങനെ 5. ഇതിൻ്റെ ഭാരത് എന്ന് പറഞ്ഞ തീമുണ്ട് കേട്ടോ. അത് നമുക്ക് MoveOS 5ൽ വന്നിട്ടുള്ളതാണ്, പുതിയ OS വന്നിട്ടുള്ളതാണ്. ആ ഒരു തീമുണ്ട്. അങ്ങനെ ഏതാണ് നമുക്ക് വേണ്ടത് ആ തീമിടെ സൗണ്ടൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വിടാം. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വെതർ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ ലൈവ് സ്കോർ കാര്യങ്ങൾ, എത്ര മണി സേവ് ചെയ്തു, വെതറിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ മണി നമ്മൾ വണ്ടി ഓടിക്കുന്നതനുസരിച്ച് എത്ര രൂപയാണ് സേവിങ്സ് എന്നുള്ളൊരു ഏകദേശം സംഭവം അതിനകത്ത് വരും.
ട്രിപ്പ് സ്പോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ട്രിപ്പ് കാര്യങ്ങൾ. അത് നമുക്ക് ഏതാണോ വേണ്ടത് ക്രിക്കറ്റ് വിഡ്ജസ് പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളതാണ്. നമുക്കത് ഏതാണോ വേണ്ടത്, ഇപ്പോൾ മൈ ട്രിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ടോർക്കിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലത്തെ കാര്യങ്ങളെല്ലാം അതിലറിയാനായിട്ടും പറ്റും. പിന്നെ നമ്മൾ ഈ ലൈറ്റ് ഓൺ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മളെ ഈ ബട്ടനാണ് ഹൈ ബീമിൻ്റെ ബട്ടന്. ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ ലോ ബീമായിരുന്നു, ഇപ്പോൾ ഹൈ ബീമിലേക്ക് വന്നു. നമുക്ക് ഈ ഒരു ബ്ലൂ വരുമ്പോഴാണ് ഹൈ ബീം വരുന്നത്. പിന്നെ നമുക്കത് ലോങ് പ്രസ് കഴിഞ്ഞാൽ ഈ ഒരു DRLും വരും. ഇത് DRLൻ്റെയാണ് ഈ പച്ച കാണുന്നത്. ഇത് റിവേഴ്സും ക്രൂസ് കൺട്രോളിൻ്റെയാണ്. റിവേഴ്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ ഒരു 20 മുകളിലേക്ക് സ്പീഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രൂസിൻ്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി ആ ഒരു സ്പീഡിൽ തന്നെ പൊക്കോളും. നമുക്ക് വണ്ടി ബാലൻസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. വണ്ടി ത്രോട്ട് കൊടുക്കാതെ തന്നെ മൂവ് ചെയ്തോളും, ഒരു ഓപ്പൺ റോഡെല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ പിന്നെ വണ്ടിയുടെ മിററും ഫങ്ഷണലായിട്ടുള്ള നമ്മുടെ ഒരു ടിപ്പിക്കൽ ഓല SN Pro മിറർ തന്നെയാണ് വന്നിട്ടുള്ളത്. സ്വിച്ചസും ഇതുപോലെ തന്നെയാണ്. പിന്നെ സ്പീക്കർ നമ്മൾ പറഞ്ഞു, പുതിയ സ്പീക്കർ വന്നിട്ടുണ്ട്. സ്പീക്കറിൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ചൊക്കെ ഒരു ബാസിൽ കൂടിയിട്ടുണ്ട് കേട്ടോ സ്പീക്കറിന്. ഇവിടെ പിന്നെ ചാർജിങ്ങിൻ്റെ പോർട്ടും വരുന്നുണ്ട്. വണ്ടിയിൽ പിന്നെ ഇവിടെ ഒരു മാപ്പുണ്ട്, എല്ലാവർക്കും അറിയാം. ഇവിടെ മാപ്പ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ മാപ്പ് അങ്ങോട്ട് കിട്ടും. ഓരോ ക്യാമ്പസ്, ഓരോ ഫാക്ടറി, നമുക്ക് ഓരോ ക്യാമ്പസിലേക്ക് ജസ്റ്റ് ഒന്ന് നാവിഗേറ്റ് ചെയ്ത് നോക്കാം. ഇതുണ്ടോ, സംഭവം നൈസാണ്. നമുക്ക് ബാംഗ്ലൂരിലെത്തി, നമ്മൾ എത്തിയിട്ടില്ല, പോയി കഴിഞ്ഞാൽ എത്തും. സ്റ്റാർട്ട് നാവിഗേഷനിൽ നമുക്ക് റൂട്ടുകളും കാര്യങ്ങളും എങ്ങനെയാണോ വേണ്ടത് സെറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. എത്രയാണ് കിലോമീറ്റർ വരുന്നത്, കാര്യങ്ങൾ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. റൂട്ട് എത്രയാണ് ടൈം എടുക്കുന്നത്, കിലോമീറ്റർ കാര്യങ്ങൾ, ടൈം ഏകദേശം അറിവില്ല ലെവലിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ട്. സിറ്റിക്കും കാര്യങ്ങൾ അറിയുന്നുണ്ട്. നമ്മളിത് ഒരു ഫോണൊക്കെ പോലെ വാരി വെച്ച് ഉപയോഗിക്കരുത്. നൈസായിട്ട് നമ്മൾ മാപ്പ് യൂസ് ചെയ്യുക. മീൻസ് ടച്ചിൻ്റെ, കാരണം മാപ്പ് നമുക്ക് ലോഡായി വരണം, അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ സംഭവം നമുക്ക് മാപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഉണ്ടോ, നമ്മൾ ജനറലി ഉപയോഗിക്കുക, മാപ്പ് യൂസ് ചെയ്യുമ്പോൾ ജനറലി ഉപയോഗിക്കുക. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. നമുക്ക് റൈഡിംഗ് എന്നുള്ള സെറ്റിങ്സിൽ വരുന്ന റീജനറേഷനും BBWയും കഴിഞ്ഞ് കഴിഞ്ഞാൽ DY മോഡ്, നമുക്ക് നമ്മുടെ ഒരു ഓടിക്കുന്ന മോഡ് നമുക്ക് തന്നെ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് നമുക്കൊരു സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ആ ഒരു മോഡ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സെറ്റ് ആസ് ഡിഫോൾട്ട് റൈഡ് മോഡുണ്ട്, നമുക്ക് ഡിഫോൾട്ട് തന്നെ വെക്കാം റൈഡിംഗ് മോഡ്. പിന്നെ ഈസി പാർക്കിന് നമ്മൾ പറഞ്ഞു ഈ റൈഡിംഗ് അസിസ്റ്റൻസ് ഹിൽ ഹോൾഡ് അസിസ്റ്റാണ്. അത് നിങ്ങളുടെ വണ്ടിയിൽ ഓൺ അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓണാക്കി വെക്കുക. കാരണം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിൽ ഹോൾഡ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹിൽ ഹോൾഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ കാണും. അത് ഏകദേശം കുറച്ചുണ്ട്. സംഭവം ഞാൻ പറഞ്ഞുതരാം, സിമ്പിളാണ്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഇറക്കത്തിലോ കയറ്റത്തിലോ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫോൺ വന്നു, നമ്മൾ വണ്ടി സൈഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇറക്കത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി ഒന്ന് താങ്ങിയോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഒന്ന് പിടിച്ചിട്ടോ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്കതൊരു ഒന്നുകൂടി കൺവീനിയൻ്റ് ആക്കാനായിട്ടാണ് ഈ പറഞ്ഞ ഹിൽ ഹോൾഡ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ബ്രേക്ക് അപ്ലൈ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഹിൽ ഹോൾഡ് ആക്റ്റീവ് ആവും. പിന്നെ വണ്ടി പുറകിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്കോ പോവില്ല. നിങ്ങളൊരു സ്റ്റോപ്പിലാണ് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും. പിന്നെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടാവുകയും ചെയ്യും. നമുക്കിതുപോലെ നമ്മളൊരു ഇറക്കത്തിലോ കയറ്റത്തിലോ വണ്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതല്ല നമ്മൾ ഒരു ഹെവി ട്രാഫിക്കിലെല്ലാം വിട്ടുപോയി ഇതുപോലത്തെ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹിൽ ഹോൾഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 പേരൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വെയിറ്റ് കൂടുതലായിരിക്കും വണ്ടിക്ക്. അപ്പോൾ വണ്ടി ഒന്നുകൂടി നമുക്ക്, കാരണം ബ്രേക്കും ആക്സിലേഷനും ഒരുമിച്ച് വർക്ക് ചെയ്യില്ല, ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഹിൽ ഹോൾഡ് ആക്റ്റീവ് ചെയ്തിട്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഫോർവേഡ് ആയിക്കോളും. അതും നമ്മൾ ഓൺ ചെയ്തിടുക. അത് നമുക്കിപ്പോൾ കാണിച്ചു തരാനേ പറ്റില്ല, കാരണം അതൊരു സ്റ്റോപ്പായിട്ടുള്ളൊരു സ്ഥലത്ത് മാത്രമേ നമുക്ക് വണ്ടി നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഹിൽ ഹോൾഡ് ആക്റ്റീവ് ആകത്തുള്ളൂ.
ഇപ്പോൾ നമുക്ക് ആ വണ്ടി നമ്മൾ റൈഡിങ് റിവ്യൂവിൽ എന്തായാലും ഹെലികോളിൻ്റെ കാണിച്ചിരുന്നതാണ്. ഓക്കെ, താഴെ റൈഡിങ് വിത്തൗട്ട് സ്റ്റാൻഡ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റേഡ് സ്റ്റാൻഡ് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ സെൻസർ ഫെയിൽഡ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ റൈഡിങ് സ്റ്റാൻഡ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. ആ ഒരു സെൻസർ ഓഫായി പോകും. ടെർബോ ബൂസ്റ്റ് ഈസ് കമ്മിങ് സൂൺ ആണ്. കുറച്ചുകൂടി വണ്ടിക്ക് പവറൊക്കെ കൂട്ടാനായിട്ടുള്ളതാണ്. പിന്നെ റിയർ ABS കമ്മിങ് സൂൺ ആണ്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഓല ഉപയോഗിക്കുന്ന നിങ്ങളൊരു ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റിലിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരത്തേക്കും താങ്ക് യു. ബൈ ബൈ.